ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരിക്കാം. എന്നാലും സ്വന്തം കുടുംബത്തോട് ഒരൽപ്പം തമാശയും നല്ല വർത്തമാനങ്ങളും സ്നേഹത്തിന്റെ വാക്കുകളൊക്കെ സ്വന്തം ഭർത്താക്കന്മാർ അത് കൊടുത്തിട്ടില്ലെങ്കിൽ നാട്ടുകാരെ കൊടുക്കും. അതാ വിഷയം. ശ്രദ്ധിക്കുക. അതുകൊണ്ട് പിന്നെ ചാടിപ്പോയി എന്ന് പറഞ്ഞിട്ട് തലയിൽ കൈ വെച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. ചെറുപ്പക്കാർക്ക് ഒരു പണിയില്ലാത്തവർക്ക് ഇതൊക്കെയാണ് പണിപ്പോയി. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക. അലൈക്കും, ഭർത്താക്കന്മാരെ, പുരുഷന്മാരെ, നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഭാര്യമാർ പ്രതീക്ഷിക്കുന്നത് അൻതുഹ്സിനൂ ഇലൈഹിന്ന, നിങ്ങൾ അവരോട് നല്ല നിലക്ക് പെരുമാറണമെന്നും അവരുടെ ഭക്ഷണവും വസ്ത്രവും മറ്റു കാര്യങ്ങളുമെല്ലാം നിങ്ങൾ ഏറ്റെടുത്തു കൊടുക്കണം. അവർക്ക് നിങ്ങൾ സംരക്ഷണം കൊടുക്കണമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1,24,000 എന്നോ 1,23,000 എന്നോ പറഞ്ഞ ആ വലിയൊരു സംഘത്തിന്റെ മുമ്പിൽ ലോകത്തിനോട് അവസാനം തങ്ങൾ ചെയ്ത പ്രഭാഷണത്തിൽ ഹബീബ് ഉപയോഗിച്ചിട്ടുണ്ട്, ഉപദേശിച്ചിട്ടുണ്ട്, ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അലാ വസ്തൗസൂ ബിന്നിസാഇ ഖൈറാ, നിങ്ങളോട് നല്ല നിലയ്ക്ക് പെരുമാറണേ എന്ന്. പെണ്ണുങ്ങളോടൊന്ന് ഓവറായിട്ട് നന്നായി പെരുമാറി എന്നുള്ളത് കേടന്നു പോകണുണ്ടോ എന്നും പേടിയുണ്ട് ഇപ്പൊ കൂട്ടത്തില്. അല്ലേ? സ്വഭാവമൊക്കെ ഒന്ന് വല്ലാണ്ട് നന്നാവുമ്പോൾ ഓൾക്ക് തോന്നുന്നു ഇങ്ങനെയാണെങ്കിൽ എനിക്ക് വേറെയും ഭർത്താവിനെ കിട്ടുമല്ലോ, നിങ്ങളല്ലെങ്കിൽ വേറെ ആളെ കിട്ടാൻ ഇഷ്ടം പോലെ ആള് ക്യൂ നിൽക്കുകയാണ് എന്നൊക്കെ പെണ്ണിന് തോന്നൽ വരികയാണ്. ഇതെന്റെ ഭർത്താവിന്റെ നല്ല മനസ്സുകൊണ്ടാണെന്ന് ചിന്തിക്കേണ്ടതിന് പകരം സ്വാർത്ഥതയും അഹങ്കാരമൊക്കെ കൽബിലേക്ക് വന്ന് പിശാച് പഴപ്പിച്ചു പോകുന്നവർ അല്ലാഹു കാക്കട്ടെ. ഇപ്പൊ വലിയൊരു വിഷമം മുസ്ലിം ഉമ്മത്തിലെ പെൺകുട്ടികളിൽ ത്വലാഖിന്റെ വിഷയങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഞെട്ടിപ്പോകുന്നത് ഭയങ്കര ദേഷ്യക്കാരികളാവുക പെൺകുട്ടികൾ. ദേഷ്യപ്പെടാ, എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുമെങ്കിൽ ഭർത്താവിനെ 2 അടിയും കൊടുക്കുക, എന്നിട്ട് പിന്നെ സോറി എന്ന് പറയാം. പിന്നെ എനിക്ക് ദേഷ്യം പിടിച്ച അങ്ങനെയൊക്കെ ഒരു അസുഖം എനിക്കുണ്ട്, പിന്നെ ക്ഷമിക്കണം, ഞാൻ ആ പറഞ്ഞതൊക്കെ അവൻ ക്ഷമിച്ചു കൊടുത്തു. 4 ദിവസം കഴിഞ്ഞാൽ വീണ്ടും വരുന്ന അടി. ആര്? പെണ്ണടിക്ക ഭർത്താവിനെ, എന്നിട്ട് പറയാം എനിക്ക് അങ്ങനെ ഒരു അസുഖമാണ്, ക്ഷമിച്ചേക്ക്. ഈ അസുഖത്തിനൊക്കെ നല്ല ചുട്ടടി കിട്ടാനിട്ടാണ്. സ്വന്തം ഉമ്മയും വാപ്പയും അച്ചടക്കത്തോടുകൂടെ മക്കളെ വളർത്താതിരുന്നാലേ ഇതുപോലെയുള്ള കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും. ഉമ്മയും വാപ്പയും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോ മോളെ വാപ്പാന്റെ നമ്പർ മോളെ കയ്യിലില്ലേ, അപ്പ വിളിക്കണം കേട്ടോ, വാപ്പല്ലെങ്കിൽ ഉമ്മ വരുവേ, നിനക്ക് എന്തെങ്കിലും കുഴപ്പം ഭർത്താവിന്റെ വീട്ടിലുണ്ടോ അപ്പം ഇങ്ങോട്ട് പോന്നാ മതി, നിനക്ക് പൊന്നുപോലെ മോളെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. മണ്ടന്മാരായ ഉമ്മയും വാപ്പയും പറയണത്. ശരിക്കും എന്ത് പറയണം? ഒരു പെണ്ണങ്ങനെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നാൽ, പോ മോളെ നിന്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക്, നിന്റെ ചോറ് എവിടെയാണ്, നിന്റെ കഞ്ഞി എവിടെയാണ്, പട്ടിണിയാണെങ്കിൽ പട്ടിണി, അവിടെ നിനക്ക് സുഖമാണെങ്കിൽ സുഖം, വിഷമമാണെങ്കിൽ വിഷമം, ഭർത്താവിന്റെ കൂടെ ജീവിക്കുമോളെ, അവിടെയാണ് നിന്റെ അന്നം, നിന്റെ വീട് അതാണ്. സ്വന്തം വീട്ടിലെ കുറ്റം കുറവും നാട്ടുകാരോട് പറയാൻ പറ്റുമോ? തിരിച്ചു പോണം മോളെ എന്ന് ഏതെങ്കിലും ഒരു പെണ്ണിനോട് ഒരു ഉപദേശം ഒരു ഉമ്മയും വാപ്പയും കൊടുത്തിരുന്നെങ്കിൽ ഒരുപാട് കുഴപ്പങ്ങളില്ലാതെയായേനെ. കുഴപ്പങ്ങൾ 2 പക്ഷത്തും ഉണ്ടാകാം, ശരിയാണ്. പക്ഷേ ഭർത്താവിന്റെ തലയിൽ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുണ്ട് ദീൻ. അങ്ങനെയാണ്, അവളെ നോക്കേണ്ടത് നീയാണ്. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ടവരുടെ മുമ്പിൽ ഇന്ന മൗലാ ലി അബ്ദുല്ലാഹി ഇബ്നു അംർ, അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു മൗല, ബഹുമാനപ്പെട്ടവരുടെ വേലക്കാരൻ വഹബ് ഇബ്നുൽ മുനബ്ബിഹ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, ഇന്നി ഉരീദു അൻ നുഖീമ ഹാദാ അശ്ശഹറ ഹാഹുനാ ബിബൈത്തിൽ മുഖദ്ദസ്, പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിലേക്ക്, ഫലസ്തീനിലേക്ക് കടന്നു വന്നപ്പോഴാണ്, ഫലസ്തീൻ സന്ദർശിക്കാൻ ഭാഗ്യമുണ്ടായപ്പോ, നമ്മുടെ ആദ്യത്തെ ഖിബ്ലയായ മസ്ജിദുൽ അഖ്സായിലേക്ക് വന്നപ്പോ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിന്റെ മൗല, അന്നവിടെ ജീവിച്ചിരിപ്പുള്ള പ്രഗൽഭനായ പണ്ഡിതനാണ് വഹബ് ഇബ്നുൽ മുനബ്ബിഹ് റളിയല്ലാഹു അൻഹു. അവരോട് പറഞ്ഞു, ഞാൻ ഈ പള്ളിയിൽ 1 മാസം താമസിച്ചോട്ടെ, 1 മാസം ഞാൻ ഇവിടെ നിൽക്കുകയാണ്. ഒരിഷ്ടം തോന്നി, അള്ളാഹിന്റെ പള്ളിയല്ലേ, ആദ്യത്തെ ഖിബ്ലയല്ലേ, നമുക്കൊക്കെ എവിടെയൊക്കെ ചെന്ന് കാണാനുള്ള ഭാഗ്യം അല്ലാഹു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മസ്ജിദുൽ അഖ്സയിലേക്കാ വന്നിരിക്കുന്നത്, ഞാൻ ഇവിടെ 1 മാസം താമസിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട വഹബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, തറക്താ ലി അഹ്ലിക മാ യഖൂതുഹും ഹാദാ അശ്ശഹറ, 1 മാസം നിന്റെ കുടുംബം കഴിയാനുള്ള ഭക്ഷണം, നിന്റെ കുടുംബത്തിന് ആവശ്യമുള്ളതൊക്കെ നാട്ടിൽ കൊടുത്തേൽപ്പിച്ചിട്ടാണോ ഈ വന്നത്? 1 മാസം ഞാൻ നിൽക്കാൻ. മാസങ്ങളോളം ദീനിന്റെ പേരിലൊക്കെ യാത്ര പോകുന്ന ആളുകൾ സ്വന്തം കുടുംബത്തിന്റെ കാര്യങ്ങൾ എത്രത്തോളം ശ്രദ്ധിക്കാറുണ്ട്? 1 മാസം നീ നിൽക്കുകയാണല്ലേ,
നിന്റെ കുടുംബം നോക്കാനും നിന്റെ കുടുംബത്തെ സംരക്ഷിക്കാനുമുള്ള സംവിധാനം നീ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ആര്? മഹാനായ അല്ലാമ വഹബ് ഇബ്നുൽ മുനബ്ബിഹ് റളിയല്ലാഹു അൻഹു. അയാൾ പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു അംർ തങ്ങളുടെ മൗലയാണ് ഈ വിഷയം. അദ്ദേഹം പറഞ്ഞു, ലാ, അതൊന്നും അറിയില്ല, ഞാനിവിടെ ഒരു മാസം നിൽക്കാൻ തീരുമാനിച്ചു. എന്തെങ്കിലുമൊക്കെ ബ്രെഡോ കറിയോ ഈത്തപ്പഴോ വെള്ളമൊക്കെ ഇവിടെ കിട്ടുമല്ലോ, ഞാൻ പിടിച്ചു നിന്നോളാം. അപ്പൊ കുടുംബത്തിന് ഞാനൊന്നും ചെയ്തിട്ടില്ല. നീ വീട്ടിലേക്ക് പോ, നിന്റെ വീട്ടുകാർക്ക് ഒരു മാസം കഴിയാനുള്ള ഭക്ഷണം, അവർക്കുള്ള സംവിധാനങ്ങൾ ചെയ്തു കൊടുത്തതിന്റെ ശേഷമേ ഇങ്ങനെ ഒരു പണിക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. മുത്തനബി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ തിന്മയാണ്, വലിയ തിന്മയാണ് താൻ ചെലവ് കൊടുക്കേണ്ട ആളുകൾക്ക് ചെലവ് കൊടുക്കാതിരിക്കുന്നത് ഏറ്റവും വലിയ കുറ്റമാണെന്ന് മുത്തനബി പറയുന്നത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തിരിച്ചു പോ നിന്റെ നാട്ടിലേക്ക്. ഒരു മാസം നിൽക്കാൻ ഇവിടെ വന്നിരിക്കുകയാണോ, ഒരു മാസം കഴിയാൻ വീട്ടുകാർക്കൊന്നും ചെയ്തു കൊടുക്കാതെ തിരിച്ചുപോ എന്ന് പറഞ്ഞയച്ചിട്ടുണ്ട് ഈ ശരീഅത്തിന്റെ ഉലമാ. എന്തിന്? ചെലവിന് കൊടുക്കാനുള്ള ഏൽപ്പിച്ച മക്കള്, ഭാര്യ, ജീവിച്ചിരിപ്പുള്ള ആശ്രിതരില്ലാത്ത മാതാപിതാക്കൾ, ജ്യേഷ്ഠനൊന്നുമില്ല, ഇയാൾ എന്നെ നോക്കേണ്ടത്. അങ്ങനത്തെ ആളുകൾക്ക് ചെലവിന് കൊടുക്കാൻ കഴിയുമായിരിക്കെ അതിൽ അശ്രദ്ധ വരുത്തുന്നതോ ജോലി ചെയ്യാൻ പോവാതിരിക്കുന്നതോ വീട്ടിൽ കുത്തിയിരിക്കുന്നതോ ഒരു മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകളിൽ ധാരാളമാണെന്ന് മുത്തുനബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അല്ലാമ ഇബ്നു ഖുദാമയെ പോലെയുള്ള പണ്ഡിതന്മാർ, 4 മദ്ഹബിലെയും ഇമാമിങ്ങൾ, اتفق أهل العلم على وجوب نفقات الزوجات على أزواجهن. ഭർത്താക്കന്മാരുടെ തലയിലാണ് ഭാര്യമാരുടെ ചെലവുകൾ ദീൻ ഏൽപ്പിച്ചത് എന്ന വിഷയത്തിൽ ഉലമാഇന്റെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമില്ല, ഇത്തിഫാഖാണെന്ന് അല്ലാമ ഇബ്നു ഖുദാമ തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇദാ കാനൂ ബാലിഗീന ഭാര്യമാർ പറഞ്ഞത് കേട്ട് ജീവിക്കുന്നത് വരെ അവർ അച്ചടക്കക്കേട് കാണിച്ചാൽ ബാധ്യതയില്ല, പറഞ്ഞു കേൾക്കാതിരുന്നാൽ ബാധ്യതയില്ല. പക്ഷേ നിങ്ങൾ അനുസരിക്കുന്ന കാലത്തോളം അവർക്ക് നിങ്ങളോട് ബാധ്യതയുണ്ടെന്ന് നിബിധങ്ങൾ. ആ ബാധ്യത തന്നെ സ്വതക്കയാണ്. അതാണ് അത്ഭുതം. ചെയ്യുന്നത് ഉത്തരവാദിത്തമാണ്. വീട്ടിലേക്ക് പഞ്ചസാര വാങ്ങിക്കൊടുത്തു. ഈ പഞ്ചസാര എന്ന് പറയുമ്പോ നമ്മുടെ അത്തിപ്പറ്റ ഉസ്താദൊക്കെ, ഉസ്താദിനെ പരിചയമല്ലേ? അത്തിപ്പറ്റ ഉസ്താദിനൊക്കെ അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കട്ടെ. നമുക്ക് മഹാനായ കീഴ്ശ്ശേരിയിലെ മുഹമ്മദ് മുസ്ലിയാർ മർഹൂം, ആ മഹാനവറുകളൊക്കെ ലോകത്തോട് വിട പറഞ്ഞു പോയതിൽ പിന്നെ നമുക്കിനി ഓടിച്ചെല്ലാനുള്ള ഏതാനും എണ്ണപ്പെട്ട അത്താണികളിൽ ഒന്നാ ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദൊക്കെ. വലിയ ആരിഫാണ്, അള്ളാഹുവിന്റെ മാരിഫത്തുള്ള ആലിമാണ്. വലാ നുസക്കി അലല്ലാഹി അഹദ. ആ മഹാനുഭാവൻ അല്ലാഹു ആഫിയത്തും സലാമത്തും വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഉസ്താദിന് ഈ വെള്ള നിറത്തിലുള്ള പഞ്ചസാര ഇഷ്ടമല്ല. ഒന്ന്, അത് പോയിസനാണ്. ഈ വെള്ള നിറം വരുത്താൻ വേണ്ടി പഞ്ചസാരയെ റിഫൈൻ ചെയ്യുമ്പോ ആ വെളുത്ത നിറം കൊടുക്കുന്ന സാധനം വിഷമാണ്. നമ്മൾ അതാണ് കുട്ടിക്ക് ചായക്കും ജ്യൂസുക്കും പായസത്തിലും ഒക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഇവിടെ ഒരുപാട് മധുരം ഉണ്ടാക്കുന്ന ഏരിയയാണ് നമ്മുടെ ഈ ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ ഫറൂഖും ചാലിയവും ബേപ്പൂരൊക്കെ, മുട്ടമാലയും മുട്ടപ്പൊക്കെ ഇഷ്ടം പോലല്ലല്ലോ പലതരത്തിലുള്ള മധുരങ്ങൾ. ഇതിലൊക്കെ പഞ്ചസാര വിതറാണ്. ഒരു ചുവന്ന ബ്രൗൺ നിറത്തിലുള്ള പഞ്ചസാര കുഴപ്പമില്ല, ശർക്കര കുഴപ്പമില്ല. പക്ഷെ ഈ വെള്ള പഞ്ചസാര വലിയ വിഷമാണ്. നമ്മളൊക്കെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലത്. വീട്ടിൽ നിന്ന് അതൊക്കെ ഒന്ന് മാറ്റി ആ ശർക്കരയോ അല്ലെങ്കിൽ ഈ ബ്രൗൺ നിറത്തിലുള്ള പഞ്ചസാര, നേരെ അങ്ങ് ബ്രൗൺ ഷുഗർ എന്ന് പറഞ്ഞാൽ മറ്റേ നമ്മുടെ കള്ളുടിയന്മാർ കൊണ്ടുനടക്കുന്ന സാധനമാണെന്ന് തോന്നിപ്പോയി പോവും. അതുകൊണ്ടാണ് പറയാത്തത്. ഈ വൈറ്റ് ഷുഗർ ഒഴിവാക്കുക. ഹെൽത്തി ടിപ്സ് ആയിക്കോട്ടെ, കുറച്ച് അങ്ങനെയും കടന്നോട്ടെ. ഇനി മുതൽ നമുക്ക് പറ്റുമെങ്കിലൊക്കെ ഒഴിവാക്കുക. വിഷം ഇങ്ങനെ ഏതായാലും ഒക്കെ വിഷമാണ്. പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ വിഷം കലക്കി കൊടുക്കണ്ടല്ലോ, ശ്രദ്ധിക്കുക ഇൻഷാ അല്ലാഹ്. ഇദാ അൻഫഖൽ മുസ്ലിമു നഫഖതൻ അലാ അഹ്ലിഹി വഹുവ യഹ്തസിബുഹാ കാനത് ലഹു സദഖ. പഞ്ചസാര വാങ്ങിക്കൊണ്ടുവരിക, അരി വാങ്ങിക്കൊണ്ടുവരിക, പച്ചക്കറി വാങ്ങിക്കൊണ്ടുവരിക, ഫിഷ് വാങ്ങിക്കൊണ്ടുവരിക, ചിക്കൻ വാങ്ങിക്കൊണ്ടുവരിക. ഈ വീട്ടിലേക്ക് എത്രയാ ഒരു ദിവസത്തെ ചെലവ് നമ്മൾ കൊണ്ടുപോയി ഇതൊക്കെ സ്വതക്കയാണത്രേ. ഇതിനൊക്കെ സ്വതക്കന്റെ കൂലി കിട്ടും. എപ്പോ? വഹുവ യഹ്തസിബുഹാ,
ഇമാമുന നബവി റളിയല്ലാഹു അൻഹു ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞു, ഇഹ്തിസാബ് എന്ന വിഷയം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. വഹുവ യഹ്തസിബുഹാ, വീട്ടിലേക്ക് ചെലവിന് കൊടുക്കുമ്പോഴേ ഇതെനിക്ക് അള്ളാഹു കൂലി തരുന്ന വിഷയമാണ് എന്ന് വിചാരിച്ചു കൊടുത്താൽ അത് സ്വതക്കയാണ്. അല്ലാതെ എത്രയോ നമ്മൾ സൽക്കരിക്കുന്നുണ്ടാവും. കല്യാണങ്ങൾ എത്രയാ പൊടിപൊടിക്കണത്, എത്ര സൽക്കാരമാ വീട്ടിൽ നടത്തുന്നത്. ഓരോ സന്ദർഭങ്ങളിൽ കുട്ടി പ്രസവിക്കുമ്പോഴേ, 40 ആകുമ്പോഴേ, കുഞ്ഞിന് ഒരു വയസ്സാകുമ്പോഴേ, അല്ലെങ്കിൽ കുഞ്ഞിന് വേറെ ഏതെങ്കിലും ഒരു കാര്യം എന്തെങ്കിലും ഉണ്ടാകുമ്പോഴേ, കല്യാണത്തിനോടനുബന്ധിച്ച് ഉറപ്പിക്കുമ്പോഴേ, കൂട്ടി കണ്ടു കല്യാണം കഴിഞ്ഞിട്ട്, ഇങ്ങനെ എത്ര സൽക്കാരങ്ങളാ. ഇതൊക്കെ സ്വതക്കയായിരുന്നു. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ചത് നാട്ടുകാരെ പേടിപ്പിക്കണം, നാട്ടുകാരെ ഞെട്ടിക്കണം എന്ന് വിചാരിച്ചിട്ടുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ട് ആ പൈസയൊക്കെ പോയി. അതിനൊന്നും കിട്ടൂല. വരുന്നവര് ഭയങ്കര ഫുഡാണ് കേട്ടോ എന്ന് പറയണമെന്ന് ആകല്ല ലക്ഷ്യം തന്നെ. അങ്ങനെ കുറെ കാശ് ചെലവാക്കി, അതൊക്കെ പോയി, അതൊക്കെ വേസ്റ്റാണ്. ഒരു കഴിച്ചു, ഒരു കിട്ടി. നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ? ചെലവാക്കിയവർക്ക് നയാ പൈസ കിട്ടൂല. നിങ്ങളുടെ ലക്ഷ്യം എന്തായിരുന്നു? വന്നിട്ട് ഭയങ്കര ഫുഡാന്ന് പല്ലുകുത്തി പോകുമ്പോൾ പറയണം. അതിനാ നിങ്ങളൊക്കെ ചെയ്തത് അല്ലേ? അത് പോയി. അത് പല്ലുകുത്തി ഒരു പറഞ്ഞും ചെയ്തു. ചിലവര് അത്ര പോരാന്ന് പറഞ്ഞു പോയവരുണ്ടാവും ആ കൂട്ടത്തില്. ആ പൈസയൊക്കെ പോയി. വഹുവ യഹ്തസിബുഹാ, കൂട്ടുകാർക്ക് ഭക്ഷണം കൊടുത്താൽ കൂലിട്ടും, കുടുംബത്തിനെ വിളിച്ചിട്ട് ഭക്ഷണം കൊടുത്താൽ കൂലിയാണ്. സ്വന്തം വീട്ടിലെ ഭാര്യ മക്കൾക്ക് ചെലവിന് കൊടുത്താൽ കൂലിയാണ്. ഇത് അല്ലാഹ് കൂലി തരുന്ന വിഷയമാണ് എന്ന് വിചാരിച്ച് ചെലവ് കൊടുത്താൽ ആ പൈസ മുഴുവൻ നിങ്ങൾക്ക് സ്വതക്കയാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. നാളെ മുതൽ ഞാൻ ആലോചിച്ചോളൂ. ഇന്ന് രാത്രി ഇനിയിപ്പോ ഷോപ്പൊക്കെ അടച്ചില്ലേ, നാളെ രാവിലെ നമ്മൾ ഇറങ്ങുമല്ലോ. ഓരോ സാധനം വേണം, പരിപ്പ് വേണം, കടല വേണം, മീൻ വേണം, ഇറച്ചി വേണം. ഇതൊക്കെ അല്ലാഹ് കൂലി തരുന്ന സംഗതിയാണ്. തൂക്കിക്കൂടോ 1 കിലോ ഒന്നല്ല, 1.5 തന്നെ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് കൂലി സ്വതക്കല്ലേ കൊണ്ടുപോണത്. വീട്ടിലേക്ക് കൊടുത്താലും സ്വതക്ക. റബ്ബേ, ഇനി എത്ര അള്ളാന്റെ റഹ്മത്തിന് വേണ്ടത്. വീട്ടിലേക്ക് ചെലവ് കൊടുത്തില്ലേ നാട്ടുകാരെ പിടിച്ചെങ്കിലും കൊടുപ്പിക്കും. നിർബന്ധമായി ചെയ്യേണ്ട കാര്യം. അതിന് സ്വതക്കയുടെ കൂലി തരും അല്ലാഹു തആല. പിന്നെന്താ വേണ്ടത്? അതാണ് ശറഅ. സ്വന്തം വീട്ടിൽ ചെലവ് കൊടുക്കുന്ന സ്വതക്കയുണ്ട്. എപ്പോ? അത് ബോധ്യപ്പെട്ടിട്ട് കൊടുക്കണം. അങ്ങനെയാണ്, അങ്ങനെ ചെലവഴിക്കണം. إذا أنفق المسلم نفقة على أهله وهو يحتسبها كانت له صدقة. മുസ്ലിമായ ഒരു മനുഷ്യൻ തന്റെ കുടുംബത്തിന് എന്തെങ്കിലും ചെലവ് കൊടുക്കുന്നുണ്ട്, ആ ചെലവിന് കൊടുത്താൽ കൂലി തരും എന്ന വിചാരത്തോടുകൂടെ നിങ്ങൾ കുടുംബത്തിന് ചെലവഴിക്കുന്നത് സ്വദഖതൻ കാനത് ലഹു സ്വദഖതൻ, നിങ്ങൾ അതൊക്കെ ദാനം ചെയ്യുന്ന പോലെയാ. നാളെ സ്വദഖയുടെ കൂലി അല്ലാഹു രേഖപ്പെടുത്തുമെന്ന് ഹദീസ് ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിൽ ഉദ്ധരിച്ചിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. എല്ലാം ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഇന്നക മഹ്മാ അൻഫഖ്ത അലാ അഹ്ലിക മിൻ നഫഖ ഫഇന്നക തുഅ്ജർ ഹത്ത ലുഖ്മ തലഉഹാ തർഫഉഹാ ഇലാ ഫിംറഅതിക. സ്വഹീഹ് മുസ്ലിമിലും സ്വഹീഹ് ബുഖാരിയിലും കിടക്കുന്ന ഹദീസാണത്. സ്വന്തം കുടുംബത്തിന് എന്ത് ചെലവഴിച്ചാലും, ഇപ്പൊ കോഴിക്കോടൊക്കെ ആയതുകൊണ്ട് ഡ്രസ്സ് വാങ്ങി കൊടുക്കുക വലിയ ചെലവ് ഇപ്പൊ തന്നെയല്ലേ. ചെരുപ്പ്, ഡ്രസ്സ്, ഓർണമെന്റ്സ്, ജ്വല്ലറി, ഇങ്ങനെ തുടങ്ങി എന്തെല്ലാം സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടോ സ്വന്തം കുടുംബത്തിന്. ഫഇന്നക തുഅ്ജർ, അതിനൊക്കെ നിങ്ങൾക്ക് അല്ലാഹു അജ്ർ തരും, കൂലി തരും. ഹത്തൽ ലുഖ്മ, ഒരു ഭക്ഷണത്തിന്റെ ഉരുള പോലെ. ലുഖ്മ, ഒരൽപ്പം ഭക്ഷണം. മലയാളികളാണ് ചോറിന്റെ ഉരുള എന്ന് ഓർമ്മ വരും അല്ലേ? അന്ന് ചോറൊന്നുമില്ല നബി തങ്ങളുടെ കാലത്ത്. ലുഖ്മ, ഒരു അൽപ്പം ഭക്ഷണം. നിന്റെ ഭാര്യയുടെ വായയിലേക്ക് നിങ്ങൾ ഒരു ഉരുള ഭക്ഷണം വെച്ചു കൊടുത്താൽ അതുപോലും നിങ്ങൾക്ക് അല്ലാഹു കൂലി തരുമെന്ന് മുത്തുനബി റസൂലുള്ളാഹ്. എത്ര കൂലി പോയിട്ടുണ്ടാവൂലേ? കല്യാണം കഴിഞ്ഞ് 10-20 കൊല്ലമായിട്ട് ഒരു ഉരുളെങ്കിലും ഭാര്യക്ക് കൊടുക്കാത്ത പോലെ എത്ര ഉണ്ടാവുന്ന ആ സ്വതക്കന്റെ കൂലി പോയി. ഇനിയിപ്പോ നാളെ കിട്ടുമെന്ന് നോക്കോളെ. എല്ലാ ഉരുളയും വെച്ചു കൊടുക്കണ്ട, നിങ്ങൾക്ക് ചോറ് വയ്ക്കാൻ നേരം ഉണ്ടാവില്ല. ഒന്ന് വെച്ചു കൊടുക്ക. അൽഹംദുലില്ലാ. ശ്രദ്ധിക്കും ചെയ്യാ. ഇപ്പത്തെ അമ്മായിമാർക്കൊന്നും പിടിക്കൂല. എന്റെ ഒരു പ്രേമം എന്ന് പറയും, അതുപോലെ ഒന്നും കാണാതെ കൊടുത്തല്ലേ. ഭാര്യയുടെ വായിലേക്ക് ഒരു ഉരുള ഭക്ഷണം കൊടുത്ത സ്വതക്കയാണ് എന്ന്. ഉമ്മാനായി റബ്ബേ, റെസീറ്റ് കിട്ടൂല എന്നുള്ളൂ, സ്വതക്കയാണാ ചെയ്തത്. അള്ളാന്റെ അടുത്ത് കിട്ടും. സ്വതക്കയാണ്. ഇങ്ങനെയാണെങ്കിൽ കല്യാണം കഴിഞ്ഞാൽ എത്ര സ്വതക്കയും നമ്മൾ അറിയാതെ നിർബന്ധപൂർവ്വം ചെയ്യുന്ന സ്വതക്കയാണ് ഇതൊക്കെ. വാങ്ങിച്ചു ഡ്രസ്സ് കൊടുക്കണത്, ഓർണമെന്റ്, ജ്വല്ലറി, ആഭരണങ്ങൾ മാറ്റണത്, പുതിയത് വാങ്ങിക്കൊടുക്കണത്, എത്ര കാശ് ചിലവാക്കുന്നുണ്ട്. ഇതൊക്കെ നല്ലൊരു നിയ്യത്ത് വെച്ചാൽ ഭയങ്കര കൂലി. എത്ര കൂലി ഉണ്ടാവും നിങ്ങൾ ആലോചിച്ച് നോക്കി. അള്ളാഹു സ്വീകരിക്കട്ടെ.
ഹബീബായ നബി തങ്ങളുടെ മുമ്പിൽ ഒരു ചെറുപ്പക്കാരൻ കടന്നു പോകുന്നു. ഫറആ അസ്ഹാബുഹു മിൻ ജൽദിഹി വനശാതിഹി മാ അഅജബഹും ഫഖാലു. നല്ല ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ, നല്ല തടിയുള്ള ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ, നല്ല മസിലൊക്കെ ഉള്ള ചെറുപ്പക്കാരൻ, ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ള, എന്നെ പോലെ ഒന്നല്ല, നല്ല ഉഷാറില്ല. അപ്പോ സഹാബത്തൊക്കെ പറഞ്ഞു, നബിയെ യാ റസൂലല്ലാഹ് ലൗ കാന ഹാദാ ഫീ സബീലില്ലാഹ്, ഈ മസിലൊക്കെ കൊണ്ട് ഇങ്ങനെ നടന്നിട്ട് എന്ത് കാര്യം നബിയെ? ഇതൊക്കെ യുദ്ധത്തിന് വരാതെ, യുദ്ധത്തിലേക്ക് ഇറങ്ങാതെ, ജിഹാദിന് വരാതെ ഈ മസിലൊക്കെ പിടിച്ച് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ നബിയെ? പോകുന്നത് കണ്ടില്ലേ, ആരോഗ്യമുണ്ടായിട്ട് ഒരു യുദ്ധത്തിന് പോലും വരാത്ത, ജിഹാദിന് പോവാണെങ്കിൽ തിരക്കേടില്ല. ഇവൻ വെറുതെ ജിമ്മിന് പോയിട്ട് മസിലുണ്ടാക്കാൻ. എന്താണ് നബി ഇതുകൊണ്ടൊക്കെ കാര്യമെന്ന് ഒരു മനുഷ്യന്റെ ആരോഗ്യം കണ്ട് അത്ഭുതപ്പെട്ടുകൊണ്ട് സ്വഹാബത്ത് നബിയോട് പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇൻ കാന ഖറജ യസ്ആ അലാ ഔലാദിഹി സിഗാറാ ഫഹുവ ഫീ സബീലില്ലാഹ്. സ്വന്തം ചെറിയ മക്കൾക്ക് അന്നം കൊടുക്കാൻ വേണ്ടി ജോലി അന്വേഷിച്ചുകൊണ്ടാണ് അവൻ പോകുന്നതെങ്കിൽ അവൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവനെ പോലെ തന്നെയാണെന്ന് ഹബീബായ നബി തങ്ങൾ തിരുത്തി കൊടുക്കുന്നു. ഇൻ കാന ഖറജ യസ്ആ അലാ ഔലാദിഹി സിഗാറാ, കൊച്ചു മക്കളെ നോക്കാൻ വേണ്ടി, അവർക്ക് ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്കാൻ, അവർക്ക് സ്കൂളിൽ പോകുമ്പോ അവർക്ക് സ്കൂൾ ബാഗ് വാങ്ങിച്ചു കൊടുക്കാൻ, അവർക്ക് സ്കൂളിന്റെ ഫീസ് കൊടുക്കാൻ, മദ്രസയുടെ പാഠപുസ്തകം വാങ്ങിച്ചു കൊടുക്കാൻ പൈസ വേണ്ടേ? അതുണ്ടാക്കാൻ ജോലി അന്വേഷിച്ച് പോവുകയാണെങ്കിൽ ആ പോയ ആള് പോയത് ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള യാത്രയാണത്.